മേഘ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരിയെ ചൊല്ലിയുള്ള തർക്കം CPM-ൽ നിന്നുണ്ടായിരുന്ന പ്രതികരണങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ EP ജയരാജന്റെ ആ ഒരു പ്രതികരണവും നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഒരു വിഴിഞ്ഞം തിരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് അടുത്ത ഒരു തമ്മിത്തല്ലിനുണ്ടാവുന്ന ഒരു വഴി തുറക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും എനിക്കൊന്ന് വിഴിഞ്ഞം മാത്രമല്ല പല വിഷയങ്ങളിലും പാർട്ടിക്കുള്ളിൽ തമ്മിൽ തല്ല് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂട്ടത്തല്ല് തല്ലിച്ചാവുന്ന പാർട്ടിയായി CPM മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. നമുക്കറിയാം, പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലൂടെ കേരളം, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തെ തൂക്കി വിൽക്കുകയാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ പാർട്ടിയിൽ നിന്നുള്ള വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ ദേശാഭിമാനി ഈ ഓഹരി കൈമാറ്റത്തിന്റെ പോസിറ്റീവ് വശങ്ങളെ പറ്റി ലേഖനം എഴുതുന്നു. അതുമല്ല, മുതിർന്ന നേതാവ് EP ജയരാജൻ ആവശ്യപ്പെടുകയാണ്, ഈ വിഴിഞ്ഞത്തെ പറ്റി അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ. അതാണ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അത് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ പുരോഗതി അത് വല്ലാതെ ബാധിക്കും. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ VD സതീശൻ എന്താണ് ചെയ്തത്? ഈ പറഞ്ഞ ഓഹരി കൈമാറ്റത്തിനുള്ള ആദ്യ പടികൾ ആരംഭിച്ചത് മുൻ സർക്കാരിന്റെ കാലത്താണ് എന്നുള്ള വലിയ വെളിപ്പെടുത്തലും നടത്തുകയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ചേരിതിരിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഏത് ടോപ്പിക് എടുത്ത് നോക്കിയാലും അതിലൊരു ചേരിതിരിവ്, ഒന്നുകിൽ CPI CPM തമ്മിലുള്ള പോര് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM-നുള്ളിൽ തന്നെ ഒരു ചേരിതിരിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ കാര്യം നമുക്കറിയാം. V ശിവൻകുട്ടി V ജോയ് പോര് അങ്ങനെ കുടുംബിരി കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഇപ്പൊ കണ്ണൂർ ലോബി എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ പൊട്ടിത്തെറികൾ ആരംഭിച്ചിട്ടുണ്ട്. EP ജയരാജൻ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പാർട്ടി വിമതരുണ്ടല്ലോ, പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചു വന്നാൽ തിരുത്തലുകൾ നടത്തുകയാണെങ്കിൽ തിരിച്ചു സ്വീകരിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ MV ജയരാജന്റെ നിലപാട് പലരും തിരുത്തുന്നു, അതിനെതിരെ പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്നും വരാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു നിലപാടിന്റെ വ്യത്യാസം വരുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ CPM-ന്റെ നിലപാട് പറയുന്നത് പാർട്ടിയിൽ നിന്ന് ഒന്നിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നേതാവ് വന്ന് നിലപാട് പറഞ്ഞാൽ ബാക്കി അണികൾക്ക് എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, പലരും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു CPM-ൽ ഒരു ജനാധിപത്യത്തിന്റെ അംശം വീണു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ദിവ്യ S അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം, ദിവ്യ S അയ്യർ എല്ലാ കാലത്തും പിണറായി വിജയന്റെ സ്തുതിപാഠകയായി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഏബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. പക്ഷെ ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന, പാർട്ടിയുടെ നേതാക്കൾക്ക് വേണ്ടി വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളൊരു ബ്ലെയിം അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി നേതാവായ KK രാഗേഷ് പറയുകയാണ്, അവരെ ഇതിൽ നിന്ന് നീക്കിയത് വളരെ മോശമായി പോയി. ഇപ്പോൾ അദാനിക്ക് കേരളത്തെ വിൽക്കാൻ വേണ്ടി, തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് ദിവ്യ S അയ്യരെ നീക്കിയത് എന്നുള്ളൊരു അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യമാണ്, സർക്കാർ മാറുമ്പോൾ ഇതുപോലെ ഉദ്യോഗസ്ഥർ മാറും, ഉറപ്പായിട്ടും മാറും. ഇപ്പൊ എന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല ആഷിഖിന്റെ പെർസ്പെക്റ്റീവ്. ഇപ്പൊ ഞാൻ പറയുകയാണ് മഞ്ജു ചേച്ചിയാണ് നന്നായിട്ട് എഡിറ്റ് ചെയ്തതെന്ന് പറയുന്നു, ചിലപ്പോൾ ആഷിഖിന് തോന്നുന്നു അല്ല രാഹുലാണ് നന്നായിട്ട് എഡിറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അത് നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ഓരോ സർക്കാരുകൾക്ക് ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാകും. ദിവ്യ S അയ്യർ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലാണ് നല്ലത്, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് വേറൊരാൾക്ക് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊരു തോന്നൽ ഉണ്ടാകാം. അതിന്റെ ഭാഗമാണ് മാറ്റിയത് എന്നുള്ള കാര്യം KK ശൈലജ ടീച്ചർ കൃത്യമായിട്ട് തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അവർ അതിനൊപ്പം ഒരു അഭിപ്രായ വ്യത്യാസം പറയുകയാണ്. KK രാജേഷിനെ പോലെ നമ്മുടെ പാർട്ടിയുടെ നേതാവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രാഷ്ട്രീയവാദം ഉന്നയിക്കുന്നതിൽ തെറ്റുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ദിവ്യ S അയ്യർ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്ന് പറഞ്ഞ് CPM അവരെ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമായി KK ശൈലജ ടീച്ചർ പറയുകയാണ്.
അതോടൊപ്പം തന്നെ ഈ ബൈറ്റിന്റെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾ വിമതരെ തിരിച്ചെടുക്കുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അത് പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ, അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനില്ല. ഇതായിരുന്നു സാധാരണഗതിയിൽ നടക്കാറുണ്ടായിരുന്ന ഡ്രിൽ എന്ന് പറയുന്നത്. പക്ഷെ അതിലിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴോ പാർട്ടി മീറ്റിങ്ങുകൾ കൂടുമ്പോഴോ ഒരാൾക്ക് മാത്രം എണീറ്റ് നിന്ന് അല്ലെങ്കിൽ കോക്കസ് ഗ്രൂപ്പിനുള്ളിലുള്ളവർക്ക് മാത്രം എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആ കാലം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും അഭിപ്രായം പറയാം, എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളുമായി വന്നത് കണ്ണൂരിലെ സഹാക്കൾ ആണെന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ CPM ഉള്ള പാർട്ടിയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു കണ്ണൂരിലെ സഖാക്കൾ വഴിയാണ്. ഈ സഖാക്കൾ തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം CPM-ൽ തന്നെ 2 വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു, ഈ MA ബേബിയുടെ ആശീർവാദത്തോടെ ഈ CPM-ൽ രണ്ടാമത്തെ ഒരു ചേരി തുറക്കാനൊരു സാധ്യത ഒരുങ്ങുന്നു എന്ന്. പക്ഷെ ഒരു പക്ഷേ ഇനി അതിനുള്ള ഒരു വഴിയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഇവിടെ ഇതിന്റെ ഈ ഒരു അഭിപ്രായ ഭിന്നത. അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം CPM-നുള്ളിൽ തന്നെ ഇപ്പോൾ 2 ചേരി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് ജോയി ശിവൻകുട്ടി പോരിനെ പറ്റി പറയുന്നത് പോലെ തന്നെ കേരളത്തിലൊട്ടാകെ ഈ സംഭവം അലയടിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് വലിയ തോൽവി സംഭവിച്ചത്? ഇപ്പൊ പൊതുജനം പറയുന്നത് ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളുടെ ധാർഷ്ട്യവും അതുപോലെ തന്നെ ഇവർക്ക് സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പൊതുജനത്തിന് അത്തരത്തിലൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ അണികൾക്കിടയിൽ മറ്റ് പ്രവർത്തകർക്കിടയിൽ ഈ ബോധ്യം ഉറപ്പായും ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ടീം അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ പറഞ്ഞ കോക്കസ് ഗ്രൂപ്പിനെതിരെ ഒരു ടീം രൂപപ്പെട്ടിട്ടുണ്ടാകാം. അതിന് മുതിർന്ന പാർട്ടി നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന മുതിർന്ന നേതാക്കളുടെ ആശീർവാദം ഉണ്ടാകാം. പല യുവ നേതാക്കളും അതിൽ ഉൾപ്പെട്ടിട്ടുമുണ്ടാകാം. നമുക്ക് ഈ പറയുന്നതിനൊന്നും ഒരു കൺഫർമേഷൻ ഇല്ല എങ്കിൽ പോലും ഇത് സാധ്യതകളാണ്, തള്ളിക്കളയാൻ കഴിയാത്ത പകുതിയിൽ കൂടുതൽ ശതമാനം സാധ്യതയുള്ള ഓപ്ഷനുകളാണ് ഈ പറയുന്നത്. ഇപ്പോ ഈ വരുന്ന ഓഗസ്റ്റിൽ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കുന്നു. ഈ യോഗങ്ങളിൽ ഈ ഒരു വിഴിഞ്ഞമാവട്ടെ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലെ പരാജയമാവട്ടെ, അല്ലെങ്കിൽ ഈ മുൻ സർക്കാർ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചിരുന്ന സർക്കാരിന്റെ നയങ്ങളാവട്ടെ, ഇതെല്ലാം ഈ മുൻ സർക്കാരിന്റെ ഒരു നെഗറ്റീവായിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന നേതാവായ പിണറായി വിജയനെതിരെയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയ MV ഗോവിന്ദനെതിരെയും ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് ബേസിക്കലി കുറെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി ഇതിലെ 50% പിഴവുകൾ പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷിനുമാണ് ഉള്ളതെങ്കിൽ ബാക്കി 50% എന്ന് പറയുന്നത് ബാക്കി CPM-ൽ നിൽക്കുന്ന എല്ലാവർക്കും കളക്റ്റീവായിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ്. ഇപ്പൊ CPM എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി എത്ര വോട്ടിനാണ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്, ആരൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി വോട്ട് ചെയ്യും, എന്തൊക്കെയാണ് ഞങ്ങളുടെ മണ്ഡലത്തിൽ ആൾക്കാർ കണക്കിലെടുക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പ്രവർത്തകർക്ക് ഗ്രാഹ്യമുണ്ടാകും. ഇത്തവണ അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. ഇത്തവണ കമ്മ്യൂണിസ്റ്റുകാർക്ക് CPM-കാർക്ക് ഈ പറഞ്ഞ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നില്ല. അത് അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ പാളിച്ചയാണ്. അവരൊരു പക്ഷെ ആ ഒരു സമയത്ത് അവരുടെ ഇതിനു മുമ്പുണ്ടായ വീഴ്ചകളെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ LDF 3.0 എന്നുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. പിന്നെ പരമാവധി PR വർക്കുകൾ നടത്തിയിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇത്ര അടിയുള്ള കട്ടൗട്ടുകൾ വെക്കാൻ വേണ്ടി മാത്രമാണ് CPM-കാരുടെ ആ ഒരു ഗ്രൂപ്പ് ശ്രമിച്ചത്. അല്ലാതെ ഈ ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്നോ അവരുടെ ആശയങ്ങൾ എന്താ അല്ലെങ്കിൽ മാറി വരുന്ന ആശയങ്ങൾ എന്താണെന്നോ തിരിച്ചറിയാനുള്ള ഒരു ബോധം ഈ CPM-ന് ഉണ്ടായില്ല. അതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഒരു കനത്ത തിരിച്ചടിക്ക് കാരണം.